കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന വളരെ വെയിറ്റേജ് കൂടി ഈ ഒരു ചാപ്റ്ററിൽ വാലൻസ് ബോണ്ട് തിയറിയിൽ നിന്ന് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിന്റെ ഹൈബ്രിഡൈസേഷനും ജിയോമെട്രിയും മാഗ്നറ്റിക് ബിഹേവിയർ മാഗ്നറ്റിക് മൊമെന്റും ഇന്നർ ഔട്ടർ കോൺഫിഗറേഷനും ഹൈ സ്പിൻ ലോ സ്പിൻ എല്ലാം കണ്ടുപിടിക്കാനുള്ള വഴിയുമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഇത്. മുഴുവനായി ഇരുന്ന് കാണുക, ഫുള്ള് സെറ്റാക്കി തരാം. ഞാനിവിടെ പറയാനായിട്ട് പോകുന്ന എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. FeF6 3- FeCN6 3-. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ വളരെ ഈസിയായി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയാനായിട്ട് പോകുന്നത്. 3 മാർക്കിന് വരെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് Fe ആണ്. Feയുടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കണേ, Feയുടെ ചാർജും 6 ഫ്ലൂറിന്റെ ചാർജും കൂടെ ആഡ് ചെയ്താൽ 3- എന്ന് കിട്ടണം. 6 ഒരു ഫ്ലോറിന്റെ ചാർജ് -1 ആണ്, -1 ആണ്. 6 ഫ്ലോറിനാകുമ്പോൾ -6 എന്നാവും. അപ്പോൾ Feയുടെ ചാർജും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ -3 വരണമെന്നുണ്ടെങ്കിൽ Feയുടെ ചാർജ് എന്ന് പറയുന്നത് +3 ആയിരിക്കും. മക്കളൊന്ന് കണ്ടുപിടിക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ X വെച്ച് കണ്ടുപിടിക്കാം. Feയുടെ ചാർജ് 3+ കിട്ടി. ഓക്കെ, റെഡി. അപ്പോൾ Feയുടെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞിരിക്കുന്ന കോഡ് അനുസരിച്ച് സ്കൂട്ടി വിക്രമ ഫെവിക്കോൾ നിക്കൂസോ സ്കൂട്ടിയിൽ വിക്രം ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടോ എങ്ങനെയാണെങ്കിൽ ശരി, Feയുടെ അറ്റോമിക് നമ്പർ ഓർത്ത് വെക്കുക. Feയുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 26 ആണ്. Fe26 ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 26. അപ്പോൾ 4s2 3d6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 4s2 3d6 ആണ്. 3d കഴിഞ്ഞിട്ട് 4s എഴുതാനായിട്ട് പാടും. നമുക്ക് ഇവിടെ പക്ഷേ Fe അല്ല, Fe3+ ആണ്. Fe അല്ല വേണ്ടത്, Fe3+ ആണ് വേണ്ടത്. അതിനാൽ തന്നെ ഞാൻ എഴുതുന്നു Fe3+. Fe3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് 3 ഇലക്ട്രോണുകൾ പോവുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇതാ 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു, 3dയിൽ നിന്ന് 1 ഇലക്ട്രോൺ പോകുന്നു, ബാക്കി 3dയിൽ 5 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 3d 5 മാത്രമാണ് അവിടെ ഉള്ളത്. ദെൻ ഇവിടെ എന്തില്ല? 4s ഒന്നുമില്ല, കാരണം 4sൽ ഇലക്ട്രോണുകളെല്ലാം തന്നെ പോയി. ഇനി നമുക്ക് അതിന്റെ ബോക്സ് ഡയഗ്രം നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇവിടെ 3dയിൽ 5 ബോക്സ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കണേ, 3dയിൽ 5 ബോക്സ് ഞാൻ വരയ്ക്കുന്നു. 5 ബോക്സ് വരച്ചു. ഓക്കെ, റെഡി. ഈ 5 ബോക്സിലാണ് ആരൊക്കെയുള്ളത്? ആ ഇലക്ട്രോണുകൾ ഉള്ളത്. 1 2 3 4 5. ഇതാണ് 3d എന്ന് പറയുന്നത്. അതിനുശേഷമൊക്കെ എന്തുണ്ട്? അതിനുശേഷം 4s ഉണ്ട്, അതിനുശേഷം 4p ഉണ്ട്, ദെൻ അതിനുശേഷം 4d ഒക്കെ ഉണ്ട്. ഓക്കെ, 4d ഒക്കെ ഉണ്ട്. വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ. ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റലുകളാണ് ലിഗാൻഡുകളുടെ 2 ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 3d 5. നോക്കണേ, Fe3+ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. ഇങ്ങനെയാണ് ഓർബിറ്റൽസ് എല്ലാം ഉള്ളത്. ഇതിനുശേഷം ആര് വരികയാണ്? F6 വരികയാണ്. F6 അല്ല, F-6 ആണ് വരികയാണ്. F- എന്ന് പറയുന്ന ലിഗാൻഡ്, F- 2 ഇലക്ട്രോണുകളെയും വെച്ചുകൊണ്ട് 6 പേര് വരികയാണ്. 6 പേര് വന്നിട്ട് ഇവിടെയുള്ള Feയോട് പറയുകയാണ്, Fe3+നോട് പറയുകയാണ്, ഞങ്ങളൊരു 6 ഫ്ലൂറിഡോകളുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാൻ വേക്കൻ്റ് ആയിട്ടുള്ള 6 ഓർബിറ്റലുകൾ വേണം എന്ന് പറയുമ്പോൾ ഈ പറയുന്നവൻ ആരാ? F- എന്ന് പറയുന്ന ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നിങ്ങനെ പറയുന്ന സമയത്ത് Fe എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലമില്ല, പോയി പുറത്തോട്ടിരിക്കും. വെളിയിലെ സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലമില്ല, ഇവിടെയൊക്കെ എൻ്റെ മക്കൾക്ക് ഇരിക്കണം. കണ്ടോ, ഇതൊക്കെ Feയുടെ ഇലക്ട്രോണുകളല്ലേ, ഇവിടെയൊക്കെ എൻ്റെ മക്കൾക്ക് ഇരിക്കണം. നീ പുറത്തെങ്ങാനും പോയിരിക്കുന്നു പറയുമ്പോൾ പുറത്തുള്ള 6 കസേരകളിൽ അല്ലെങ്കിൽ 6 ഓർബിറ്റലുകളിലാണ് 6 വന്നിരിക്കുക, 6 ബോക്സുകളിലാണ് ആര് വന്നിരിക്കുക? ഈ ഫ്ലൂറിൻ വന്നിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കണേ, ഞാൻ എഴുതുന്നത് എന്താണെന്നുള്ളത്. ഈ Feക്ക് ചുറ്റുമായിട്ട് 6 ഫ്ലൂറിഡുകൾ വന്നാൽ F6 3-. ഈ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടായിരിക്കുക? ഇവിടെയുള്ള ഇതിൽ വെളിയിൽ കിടക്കുന്ന 6 ബോക്സുകളിലായിരിക്കും ആര് വന്ന് നിൽക്കുന്നത്? ആ ഫ്ലൂറിഡോ വന്ന് നിൽക്കുന്നത്. റെഡി, അത് ഞാൻ വരച്ച് കാണിച്ചിട്ട്. അങ്ങനെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ബിഹേവിയറും മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3Dയിൽ ഇവിടെയൊന്നും ഇരിക്കാൻ ആര് സമ്മതിക്കത്തില്ല? ഈ Fe സമ്മതിക്കില്ല. അവൻ വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ തന്നെ വേണം. അപ്പോൾ പുറത്തോട്ടുള്ള 6 ബോക്സുകളിൽ പോയിരിക്കും. ഓക്കെ, ഉത്തരവ് മഹാരാജ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൂറിഡോ എന്ത് ചെയ്യുകയാണ്? പുറത്തോട്ട് പോയിരിക്കുകയാണ്. 1 2 3 4 5 6. ഈ 6 ബോക്സുകളിലാണ് 6 ഫ്ലൂറിഡോകൾ വന്നിരിക്കുക. 6 ഫ്ലൂറിഡോയുടെ കയ്യിലും ഓരോരുത്തരുടെ കയ്യിൽ എന്തുണ്ട്? ഓരോരോ 2 ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണുകൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു F-, ഇവിടെയും ഒരു F-, ഇവിടെയും ഒരു F-, ഇവിടെയും ഒരു F-. ഇപ്പം 4 എണ്ണമായി. 5 6. റെഡി, ഇങ്ങനെ 6 എണ്ണം നിറഞ്ഞു. ഇങ്ങനെ 6 എണ്ണം നിറഞ്ഞിരിക്കുന്ന ഈ ഓർബിറ്റിൽ നിങ്ങൾ നോക്കിക്കേ ഏതൊക്കെയാണെന്നുള്ളത്. ഒരു എസും 3 പിയും പിന്നെ 2 ഡിയും. ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d2. sp3d2 ആണ് ഹൈബ്രിഡൈസേഷൻ. sp3d2 ആണെങ്കിലും ശരി, d2sp3 ആണെങ്കിലും ശരി, കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, ഒക്ടാഹെഡ്രലായിരിക്കും. ഓക്കെ, ഒക്ടാഹെഡ്രലാണ്. ഇനിയാണ് നമുക്ക് അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ പറയാം. മാഗ്നറ്റിക് ബിഹേവിയർ നോക്കി, അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലേ?
അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? പാരയായിരിക്കും അല്ലേ? പാരാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക് എന്ന് മാത്രമല്ല അവിടെ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ ആണ്, 5 എണ്ണമുണ്ട്. അതിനാൽ തന്നെ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഈക്വൽ ടു √n × n+2 √5 × 7 ഈക്വൽ ടു √35 ബോർ മാഗ്നറ്റൺ. അതും കൂടെ മാഗ്നറ്റിക് ബിഹേവിയറും പറഞ്ഞു, മാഗ്നറ്റിക് മൊമെന്റും പറഞ്ഞു, ഹൈബ്രിഡൈസേഷനും പറഞ്ഞു, ജിയോമെട്രിയും പറഞ്ഞു. ഇനി നമുക്ക് ഇന്നർ ഔട്ടർ കോൺഫിഗറേഷൻ ആണ് പറയാനുള്ളത്. നോക്കണേ, ഡി എന്ന് പറയുന്നത് വെളിയിലുള്ള ഡി ആണ്, ഔട്ടർ ആണ്. ഔട്ടർ ഡി ഓർബിറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ഔട്ടർ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഔട്ടർ കോൺഫിഗറേഷൻ ആണ്. മാത്രമല്ല അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം മാക്സിമം ആണ്. ഔട്ടർ കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ പുറമേ വെളിയിൽ പോയി കിടക്കും, ഇവിടെയൊന്നും പേരപ്പ് നടക്കത്തില്ല. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം മാക്സിമം ആയിരിക്കും. ഇങ്ങനെ വരുന്ന കേസുകളിൽ അത് ഹൈ സ്പിൻ ആയിരിക്കും. റെഡി? അത് അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഹൈ സ്പിൻ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ അത് ക്ലിയർ ആയി മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. FeCN6 3- തൊട്ടുമുന്നെടുത്ത എഫിയുടെ ചുറ്റുമായിട്ട് ഇപ്പോൾ വരുന്നത് സൈനോ എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷേ സൈനോയുടെ പ്രത്യേകത അവനൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. F- എന്ന് പറഞ്ഞ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇപ്പോൾ വരുന്ന CN- എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ ഇവിടെ കാര്യമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇതിലൊരു മാറ്റവുമില്ല. കാരണം ആദ്യം നമ്മൾ എഫിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. എഫിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. 3d6 4s2. നമുക്കിവിടെ കിട്ടുക Fe3+ ആണ്. വേണമെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതായത് എഫിയുടെ ചാർജും CN- മൈനസുകളുടെ ചാർജ് എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 3- എന്ന് കിട്ടണം. അപ്പോൾ എഫിയുടെ ചാർജ് 3+ ആയിരിക്കും ആണ്. അപ്പോൾ Fe3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചു. ഇനി ഇതിന് ചുറ്റുമായിട്ട് ആരാണ് വരുന്നത്? ഫ്ലൂറിഡോ അല്ല വരുന്നത്, മറിച്ച് CN ആണ് വരുന്നത് അല്ലേ? അപ്പോൾ Feക്ക് ചുറ്റുമായിട്ട് CN ഒരു 6 എണ്ണം വരുന്നുണ്ട്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഭയങ്കര ഭീകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ വന്നിട്ട് തൊട്ട് മുന്നത്തെ പോലെ തന്നെ F ചോദിച്ച പോലെ, ഫ്ലൂറിഡ ചോദിച്ചതുപോലെ CN ചോദിക്കുകയാണ്. അതെ Fe, ഞങ്ങളൊരു 6 CN- ഉണ്ട്. ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു 6 കസേരകൾ, 6 വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ വേണം. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടുള്ള ഇവൻ ഒരു കീരിക്കാടൻ ജോസ് ആണ്. ഇവനോട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. Fe എന്ത് ചെയ്യുകയാണ്? തൊട്ട് മുന്നേ ഫ്ലൂറിഡോയോട് പറഞ്ഞതുപോലെ തന്നെ പുറമേ ഇരിക്കുന്ന കസേരകളിൽ പോയിരിക്കും, പോ കടക്ക് പുറത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഫ്ലൂറിഡോ പോയി, കാരണം അവനൊരു വീക്ക് ഫീൽഡ് ലിഗാൻഡാ. ഇത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. ആള് മാറി മോനെ. ഇവിടെയുള്ള Fe പറഞ്ഞതനുസരിച്ച് നമ്മുടെ CN എന്ത് ചെയ്യില്ല, പുറത്തോട്ട് പോവില്ല. നിന്റെ പിള്ളേരൊക്കെ ഓരോ കസേരയിൽ ഓരോരുത്തരല്ല കയറിയിരിക്കുന്ന, അങ്ങോട്ട് മാറിയിരിക്കാൻ പറടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പേരപ്പ് നടത്തും. എങ്ങനെയാണ്? ഇവിടെയുള്ള ഇലക്ട്രോണുകളുടെ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്കും മറ്റൊരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് നടക്കും. ഇവിടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റത്തില്ല, കഴിഞ്ഞു. അപ്പോൾ ഇലക്ട്രോണുകൾ പെയർ നടന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കുക? ഇവിടെയുള്ള ഇലക്ട്രോൺ ഈ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ, ദെൻ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെയും ഒരു ഇലക്ട്രോൺ പെയറപ്പ് നടന്നിരിക്കുകയാണ്. ആര് കാരണമാണ് ഈ പെയറപ്പ് നടന്നത്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടുള്ള CN കാരണം ഇവിടെ പെയറപ്പ് നടന്നിരിക്കുകയാണ്. അങ്ങനെ ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ട് ഉള്ളിലുള്ള ഓർബിറ്റലിൽ കയറിയിരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകൾക്കുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള 2 ഓർബിറ്റലിൽ കയറിയിരിക്കും. 2 എണ്ണേ കിട്ടിയുള്ളൂ. ഇവരെ മാറ്റി ഇരുത്തിയപ്പോൾ ഇവന് മാറിയിരിക്കാൻ നോക്ക്. ഈ ഇലക്ട്രോണിന് മാറിയിരിക്കാൻ വേറെ ഓർബിറ്റലില്ല. അതിനാൽ തന്നെ അവൻ അവിടെ ഇരിക്കട്ടെ. ബാക്കി കിട്ടിയ ഓർബിറ്റലും പിന്നെ പുറമേ ഉള്ള ഓർബിറ്റലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആര്? നമ്മുടെ CN-. അപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു CN-, ഇവിടെയും ഒരു CN-, ഇവിടെയും ഒരു CN-, ഇവിടെയും ഒരു CN-. എത്ര എണ്ണമായി? 1 2 3 4 എണ്ണമേ ആയിട്ടുള്ളൂ. ദെൻ 5 6. റെഡി? അപ്പോൾ 6 CN- ഇരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഡിയിലുള്ള 2 എണ്ണം, ഒരു S, പിയിലുള്ള 3 എണ്ണം. ഡി എത്ര എണ്ണമാണ്? ആദ്യം ഡി ആണ്, എസ് അല്ല. ആദ്യം ഡിയിലെ 2 എണ്ണം, ഒരു എസും പിയിലെ 3 എണ്ണം. D2sp3.
ഉള്ളിലുള്ള ഡി ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്തതോ പുറമേ കിടക്കുന്ന ഡി ആയിരുന്നു. കാരണം വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്, വെളിയിലുള്ള ഡി എടുക്കാനേ വകുപ്പുള്ളൂ. ഇത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, ഉള്ളിലുള്ള ഡി എടുക്കാനുള്ള കഴിവ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനുണ്ട്. അപ്പൊ D2sp3 എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഡി എടുത്തത് കൊണ്ടാണ് ഇതിനെ ഇന്നർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇന്നർ കോൺഫിഗറേഷൻ. നേരത്തെ എന്തായിരുന്നു? sp3 D2 ആയിരുന്നു. വെളിയിലുള്ള ഡി ആയ കാരണം അത് ഔട്ടർ കോൺഫിഗറേഷൻ ആണ്. മാത്രമല്ല ഇവിടെ 5 അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട്, ഉള്ളിൽ കയറിയിരുന്നത് കൊണ്ട്, ഇന്നർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് ഇവിടെ പെയറപ്പ് നടന്നിരിക്കുകയാണ്. പെയറപ്പ് നടന്നപ്പോൾ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആയിട്ട് ചുരുങ്ങി, സ്പിന്ന് കുറഞ്ഞു. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആയിരുന്നു, ഹൈ സ്പിൻ ആയിരുന്നു. ഇപ്പോൾ പെയറപ്പ് നടന്നപ്പോൾ ഇവിടെ ഒരൊറ്റ അൺപെയർഡ് ഇലക്ട്രോണുകളിലും സ്പിന്ന് കുറഞ്ഞു. ഇത് ലോ സ്പിന്നാണ്. ഇപ്പോൾ മനസ്സിലായോ? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാലും വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നാലും എന്താണ് മാറ്റം എന്നുള്ള കാര്യം മനസ്സിലായോ? ഉള്ളിലുള്ള ഡി എടുത്ത കാരണം അതിനെ ഇന്നർ കോൺഫിഗറേഷൻ എന്ന് പറയും. ഉള്ളിലുള്ള ഡി വരാൻ കാരണം അവിടെ പെയറപ്പ് നടന്നതാണ്. പെയറപ്പ് നടന്നപ്പോൾ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞു. അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞ സ്പിന്ന് കുറഞ്ഞു, ലോ സ്പിന്നാണ്. മാത്രമല്ല D2sp3 ആണെങ്കിലും sp3 D2 ആണെങ്കിലും അതെന്താണ്? ഒക്ടാഹെഡ്രലാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം. മാത്രമല്ല മാഗ്നറ്റിക് നേച്ചർ പറയാം. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, എല്ലാവരും പെയർഡ് ആണെങ്കിൽ മാത്രമാണ് അത് ഡയാമാഗ്നറ്റിക്. ഒരാളെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓൾറെഡി പാരാമാഗ്നറ്റിക് ആണ്. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അതിനാൽ തന്നെ മ്യൂ ഈക്വൽ ടു എന്ന് വരും. മ്യൂ ഈക്വൽ ടു √n+2 എന്ന് പറഞ്ഞാൽ √1 × 2 ഈക്വൽ ടു √3 ബോർ മാഗ്നറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ, റെഡി, ഫുള്ള് സെറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുകയാണ്. ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിടിലൻ ടോപ്പിക് വരികയാണ്. താങ്ക് യു.